സെപ്റ്റംബർ 25-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ സ്റ്റബിൾ ബേണിങ്ങുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി റിപ്പോർട്ട് വാങ്ങി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്താ ഈ സ്റ്റബിൾ ബേണിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കൃഷിസ്ഥലത്ത് വിളവെടുപ്പതിന് ശേഷം അതിൻ്റെ കുറ്റികൾ ബാക്കിയുണ്ടാവും. ഉദാഹരണത്തിന് ഇതാണ് നെല്ലിൻ്റെ ചെടിയെങ്കിൽ ഇവർ വിളവെടുക്കുമ്പോൾ ഇതാണ് ഗ്രൗണ്ട് എങ്കിൽ ഇവിടെ നിന്നാണ് ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ഇതെടുക്കും. ബാക്കി ഈ ഒരു പീസ് താഴെ ഉണ്ടാവും. അപ്പോൾ അടുത്ത വിളവെടുപ്പിന് മുമ്പേ ഈ ഒരു ഭാഗം ഇത് തീയിട്ട് കത്തിച്ച് കളയും. അപ്പോൾ ഒരുപാട് സ്മോക്കും പർട്ടിക്കുലർ മാറ്ററൊക്കെ അന്തരീക്ഷത്തിലേക്ക് പോകും. ഇത് വലിയ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഒരു റിപ്പോർട്ട് സുപ്രീം കോടതി വാങ്ങി എന്നുള്ളതാണ് വാർത്ത വന്നിട്ടുള്ളത്. ഓൾറെഡി സംസ്ഥാനങ്ങളോട്, പ്രത്യേകിച്ചും പഞ്ചാബ്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളോട് ഈ ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ചും ഈ ഒരു സ്റ്റബിൾ ബേണിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ മുൻപേ തന്നെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെയുള്ള റിപ്പോർട്ടാണ്. സുപ്രീം കോടതി കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റുമായോട് ഈ ഒരു സ്റ്റബിൾ ബേണിങ്ങുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എടുത്ത ആക്ഷൻസിനെ കുറിച്ചുള്ള റിപ്പോർട്ട് വാങ്ങി എന്നുള്ളതാണ് പറഞ്ഞത്. കഴിഞ്ഞ വർഷം, ഓരോ വർഷവും ഈ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ വർഷവും പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളോട്, സംസ്ഥാനങ്ങളോടും യൂണിയൻ ടെറിട്ടറികളോടും സ്റ്റബിൾ ബേണിങ്ങിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ എടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഷർ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതുവഴി ഉണ്ടാവുന്ന പൊല്യൂഷൻ, പ്രത്യേകിച്ചും ഒരു വിന്റർ സീസൺ ടൈമിലാണ് ഇത്തരത്തിലുള്ള സ്റ്റബിൾ ബേണിംഗ് ഉണ്ടാവുന്നത്. ഇത് വലിയ ഫോഗ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. ഫോഗ് എന്ന് വെച്ചാൽ ഫോഗ് പ്ലസ് ഇത് സ്മോക്ക് കൂടി ചേരുമ്പോഴത്തേക്ക് അത് സ്മോഗായി മാറും. ഈ സ്മോഗ് കാരണം ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ കോടതി ഇത്തരത്തിൽ ഈ ഒരു ഇതിനൊരു പൊളിറ്റിക്കൽ ഗെയിമായിട്ട് കാണാനുള്ളതല്ല, നിങ്ങൾ കൃത്യമായിട്ടുള്ള എഫേർട്ട് എടുക്കണം പൊല്യൂഷന് വേണ്ടിയിട്ട് എന്നുള്ള ശക്തമായിട്ടുള്ള വാർണിംഗും നൽകിയിട്ടുണ്ട്. ഇതാണ് സ്റ്റബിൾ ബേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി ഈ ഒരു ഹരിയാന അസംബ്ലി ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ഈ ഒരു വിഷയത്തെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതാണ് പൊളിറ്റിക്കലായിട്ട് ഗെയിം കളിക്കാനുള്ള ഒരു സമയമല്ല എന്നുകൂടി പറയുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ സ്റ്റബിൾ ബേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഡൽഹി എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് എന്നുകൂടി ഓർത്ത് വെക്കാം. അടുത്തത് മുംബൈ മെട്രോയിലെ അക്വാ ലൈൻ്റെ ഫേസ് 1 വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു അക്വാ ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്വാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വാട്ടർ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അക്വാ ലൈൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ മുംബൈയുടെ ഫസ്റ്റ് ഫുള്ളി അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ് അക്വാ ലൈൻ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫേസ് 1 ആണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നും കൂടി ഓർത്ത് വെക്കുന്നതായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇത് ബാന്ദ്ര കുർള കോംപ്ലക്സിനിടയിലായിട്ടാണുള്ളത്. ഇത് 2 ബിസിനസ് ഹബ്ബുകളാണ്. പ്രധാനമായിട്ടും 2 എയർപോർട്ട് സ്റ്റേഷൻസിൽ ഇതിന് സ്റ്റോപ്പ് ഉണ്ട്. ഓർത്ത് വെക്കുക, ഇത് ഫസ്റ്റ് അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ് അക്വാ ലൈൻ എന്ന് വിളിക്കുന്നതെന്ന് കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട്. അപ്പോൾ എന്താണ് അക്വാ ലൈൻ, എവിടെയാണ് ഇത് എന്നുകൂടി ഓർത്ത് വെക്കുക. ഫുള്ളി അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള മെട്രോ ആണ് അക്വാ ലൈൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. മുംബൈയിലാണെന്ന് ഓർത്ത് വെക്കുക. അടുത്തത് മോഡിയുടെ US വിസിറ്റുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം UN ജനറൽ അസംബ്ലി മറ്റു മീറ്റിങ്ങുകളൊക്കെ അമേരിക്കയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി US വിസിറ്റ് ചെയ്യുകയും അതിൻ്റെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ, പ്രത്യേകിച്ചും ക്വാഡ് ഡിസ്കഷനിൽ വന്നിട്ടുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എഡിറ്റോറിയലാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി 3 ദിവസത്തെ വിസിറ്റാണ് US ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റുമായിട്ടും അതേപോലെ തന്നെ ക്വാഡ് സമ്മിറ്റിലും അതേപോലെ തന്നെ UN ഡിസ്കഷൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്വാഡ് സമ്മിറ്റിൻ്റെ ഔട്ട്കം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും സൗത്ത് ചൈന സീയിൽ ആ ഒരു ചൈനയുടെ അഗ്രഷനെതിരെയും അതുപോലെ തന്നെ ഉക്രൈൻ്റെ റഷ്യയുടെ ഇൻവാഷനെതിരെയും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അതിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഇനീഷ്യേറ്റീവ്സ്, ക്വാഡ് അറ്റ് സീ ഷിപ്പ് ഒബ്സർവർ മിഷൻ 2025, അതുപോലെ തന്നെ മാരിടൈം ഇനീഷ്യേറ്റീവ് ഫോർ ട്രെയിനിങ് ഇൻ ദ ഇൻഡോ പസഫിക് ഓഷ്യൻ എന്ന് പറയുന്ന മൈത്രി എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് ഒക്കെ ഈ ഒരു ക്വാഡ് സമ്മിറ്റിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ ക്യാൻസർ മൂൺഷൂട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഈ ഒരു ക്വാഡ് മിഷന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഇന്ത്യ US സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഡിസ്കഷൻസും നടന്നിട്ടുണ്ട്. മിലിറ്ററി കൊളാബറേഷൻ, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രിഡേറ്റർ ഡ്രോണുകൾ ഇന്ത്യ അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. അതുപോലെ ഡിപ്ലോമാറ്റിക് ടെൻഷൻസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുടെ മേലെയും ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. അത് അൺസ്പോക്കൺ ആയിട്ടുള്ള
കാര്യങ്ങൾ അൺസ്പോക്കൺ ടെൻഷൻസിനെ സംബന്ധിച്ച്, അതായത് ഇന്ത്യ നേരിടുന്ന മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും അതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. മറ്റൊന്നാണ് യുഎന്നുമായിട്ടുള്ള എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി ആയിട്ടുള്ള ഒരു സെക്കൻഡ് പീസ് സമ്മിറ്റിലുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു സ്ട്രോങ് വോയിസ് എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ മേലെയൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന അപ്കമിങ് പ്രസിഡൻസിയാണ് ക്വാഡിൻ്റെ. അത് പ്രത്യേകിച്ചും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മിലിറ്ററി അതുപോലെ ഡിപ്ലോമാറ്റിക് ചാലഞ്ചസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത്. അടുത്തത് ഇന്ത്യയാണ് പ്രസിഡൻ്റായിട്ട് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇൻഡോ പസഫിക് മേഖലയിൽ എങ്ങനെയാണ് ഈ ഒരു റോള് വഹിക്കുക എന്നുള്ളതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്കഷൻ ഇന്ത്യയും യു എസും തമ്മിലുള്ള ചർച്ച ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ക്വാഡ് ഇനീഷ്യേറ്റീവ്സിൽ ഇന്ത്യയുടെ ബന്ധം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി വന്ന് നമ്മളുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ കോഴ്സുകളിൽ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് എഡ്യൂക്കേഷൻ സഹായിക്കുന്നത്, എന്താണ് ഈ ഒരു ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ്, എന്താണ് ഇന്ത്യയിലെ ഈ ഒരു ഡിസൈൻ ചെയ്ത സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.